ഒരു മനോഹരമായ പൂന്തോട്ടത്തിൽ റോസാ ചെടിയും അമരാന്ത് ചെടിയും അടുത്തടുത്തായി ഉറ്റ സുഹൃത്തുക്കളായി ജീവിച്ചിരുന്നു. ആരെല്ലാമാണോ ആ പൂന്തോട്ടത്തിലൂടെ കടന്നു പോകുന്നത്, ഒരു നിമിഷമെങ്കിലും റോസാപ്പൂവിൻ്റെ സുഗന്ധവും ഭംഗിയും ആസ്വദിക്കാൻ മറന്നിരുന്നില്ല. എല്ലാവർക്കും റോസാപ്പൂവിനെ വളരെയധികം ഇഷ്ടമായിരുന്നു. ഒരു ദിവസം അമരാന്ത് പൂവ് റോസാപ്പൂവിനോട് പറഞ്ഞു, ചങ്ങാതി, എനിക്ക് നിന്നോട് അസൂയ തോന്നുന്നു. എല്ലാവർക്കും നിന്നെ ഇഷ്ടമാണല്ലോ. ഇത് കേട്ട് വളരെ വിഷമത്തോടു കൂടി റോസാപ്പൂവ് അമരാന്ത് പൂവിനോട് പറഞ്ഞു, സ്നേഹിത, എന്നോട് അസൂയ തോന്നരുതേ. ഈ ലോകത്ത് വളരെ കുറച്ച് മാത്രമേ എനിക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. എൻ്റെ ഇതൾ പൊഴിഞ്ഞു പോകുന്നവരെ മാത്രമേ എനിക്ക് ആയുസുള്ളൂ. നിനക്കാകട്ടെ നിന്റെ പൂവ് കട്ട് ചെയ്താലും അനേകകാലം ജീവിക്കാൻ നിനക്ക് സാധിക്കും. നമുക്കെന്തുണ്ട് അതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക. ഈ ലോകത്ത് എല്ലാവർക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. ആരും പുറത്ത് കാണിക്കുന്നില്ല എൻ്റെ ചങ്ങാതി. നോക്കുവിൻ, റോസാപ്പൂവിൻ്റെയും അമരാന്ത് പൂവിൻ്റെയും ഈ കഥയിൽ എത്ര അർത്ഥവത്തായ സന്ദേശമാണ് റോസാപ്പൂ നമുക്ക് നൽകുന്നത്. നമുക്കെന്തുണ്ട് അതിൽ സന്തോഷം കണ്ടെത്തുക. നമുക്ക് നമ്മുടെ കഴിവിൽ വിശ്വസിക്കുക. നമ്മുടെ കഴിവിൽ നമുക്ക് സന്തോഷം കണ്ടെത്താം. ദൈവത്തിൻ്റെ നിയോഗവും വിളിയുമനുസരിച്ച് ഓരോരുത്തരും ജീവിക്കട്ടെ. കൊറിന്തോസ് എഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായം 17-ാം വാക്യം. കൺമുൻപിൽ ഉള്ളതിൽ തൃപ്തിപ്പെടുന്നതാണ് സങ്കല്പത്തിൽ അലയുന്നതിനേക്കാൾ നല്ലത്. അത് മിഥ്യയും വ്യർത്ഥവുമാണ്. സഭാപ്രസംഗകൻ 6-ാം അധ്യായം 9-ാം വാക്യം. നമുക്ക് നമ്മിൽ തന്നെ വിശ്വസിക്കാം. നമുക്കെന്തുണ്ട് അതിൽ നമുക്ക് സന്തോഷം കണ്ടെത്താം. ദൈവത്തിൻ്റെ വിളിയും നിയോഗവും അനുസരിച്ച് നമുക്ക് ജീവിക്കാം. വീണ്ടും കാണാം. ബൈ.